പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളോടൊരുമിച്ച് ഈ സഭയിൽ കടന്നു വരുവാൻ, കുടുംബമായി കടന്നു വരുവാൻ ദൈവം തന്ന സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞാനൊരു പ്രാസംഗികനൊന്നുമല്ല, എന്നാലും ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് ദൈവമക്കളോട് സംസാരിക്കുവാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നു. ഞങ്ങൾ വളരെ കാലം ദോഹയിലായിരിക്കുമ്പോൾ, ഏകദേശം 13 വർഷം ഞാൻ ദോഹയിലുണ്ടായിരുന്നു. ജോഷ് പാസ്റ്ററും ഹിന്ദി സർവീസിൻ്റെ ഭാഗം പാസ്റ്റായിട്ടിരുന്നു. ഞങ്ങളൊരുമിച്ച് ഏകദേശം 7ഓളം വർഷം അവിടെ ഉണ്ടായിരുന്നു. ആദ്യ സമയങ്ങളിലെല്ലാം സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ വന്ന സമയം 2012-13 സമയങ്ങളിലൊക്കെ കടന്നു പോകാനൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. പിന്നെ കൂടുതൽ സമയം ഞാൻ വൈകിട്ടാണ് കടന്നു വരുന്നത്. ആ സമയത്താണ് ഇടയ്ക്കെങ്കിലും ജോഷ് പാസ്റ്ററിനൊക്കെ ശുശ്രൂഷിക്കാനുള്ള സമയം കിട്ടാറുള്ളത്. അതിനുശേഷം എനിക്ക് 2 വർഷങ്ങളായി ഇപ്പോഴാണ് ഞാൻ ജോഷ് പാസ്റ്ററിൻ്റെ ഒരു ശുശ്രൂഷയിൽ പങ്കുചേരാനിടയായത്. അതിനോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കൊടുങ്ങല്ലൂർ നിന്ന് മാറി മൂന്നുപിടിയ എന്ന ദേശത്താണ് താമസിക്കുന്നത് കുടുംബമായിട്ട്. ഇപ്പോഴും അമ്മയും പെങ്ങന്മാരൊന്നും വിശ്വാസത്തിൽ വന്നിട്ടില്ല. ഏകനായിട്ട് തന്നെ ഇപ്പോൾ വിശ്വാസത്തിലായിരിക്കുന്നു. മക്കൾ, എനിക്ക് നാൻസി ആണ് വൈഫ്. 2 മക്കൾ, ദൈവം 2 മക്കൾ, ആമി, മന്ന. എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ആദ്യം ഒരു വാക്യം വായിക്കാം. അതിനുശേഷം പതിയെ ദൈവത്തിൻ്റെ സാക്ഷ്യം, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കിയ സാക്ഷ്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി നമുക്ക് വായിക്കാം ഉൽപ്പത്തി 28:10. അവൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപ്പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവൻ ഒരു സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. മതി. ഈ വാക്യത്തിന് എൻ്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അത് വായിക്കാൻ ഇടയാക്കിയത്. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നാണ് വിശ്വാസത്തിലേക്ക് കടന്നതെന്ന് പറഞ്ഞല്ലോ. 2006 ദുബായിൽ ഞാൻ കടന്നുപോയി. അന്ന് എൻ്റെ പപ്പ മാത്രം ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് പപ്പയ്ക്ക് വളരെ തുച്ഛമായ ശമ്പളം കിട്ടിയിരുന്നുള്ളൂ. ആ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദുബായിലേക്ക് കടന്നു പോയത്. ഞാൻ കയറിയ സമയത്ത് തന്നെ വളരെ നല്ല ജോലി ലഭിക്കാനിടയായി. അവിടെ കയറി എനിക്ക് തോന്നുന്നു 2 മാസത്തിനുള്ളിൽ തന്നെ നല്ല ശമ്പളത്തിൽ തന്നെ ജോലി കിട്ടി, ഓവർ ടൈം കിട്ടി. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ 20ാമത്തെ വയസ്സിൽ തന്നെ 21ാമത്തെ വയസ്സിൽ തന്നെ എനിക്ക് പൈസ കിട്ടിയതിൻ്റെ ഒരു എന്താ പറയുക, ആ ചെറുപ്പത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. വളരെ കൂട്ടുകെട്ട് എനിക്ക് ലഭിച്ചു. അതിൽ കൂടെ ഞാൻ പല വഴികളിലായി കടന്നുപോയി. അതൊന്നും പപ്പ അറിഞ്ഞില്ല. മദ്യപാനത്തിൻ്റെയും വഴിയിലൊക്കെ കടന്നു പോകാനിടയായി. അങ്ങനെ കടന്നുപോയി. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ കടന്നുപോയ രീതി വളരെ പരിതാപകരമായി. കാരണം അത് സോൾവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. വളരെ ദൂർത്തടിച്ചു. കിട്ടിയ പൈസയെല്ലാം തീർത്തു. അത് കൂടാതെ ലോൺ എടുത്തു. ഏകദേശം അന്നത്തെ പൈസ, ഇവിടുത്തെ ഇന്ത്യൻ റുപ്പി പറയുകയാണെങ്കിൽ ഏകദേശം 50 ലക്ഷം രൂപ 2005 ആ സമയം കൊണ്ട് ഞാൻ നഷ്ടപ്പെടുത്തി. അന്ന് ഞാൻ അതൊക്കെ ചെയ്തപ്പോൾ വളരെ ചെറുപ്പത്തിൻ്റെ ഇതാണ് എന്ന് പറഞ്ഞ്
നിർത്തി. എൻ്റെ കൂട്ടുകാരൊക്കെ അതുപോലെ തന്നെ, അവരും ഇതുപോലെ തന്നെ പൈസ ചിലവാക്കി. എങ്കിലും അവരുടെ പപ്പ ഒക്കെ അവരുടെ അടുത്ത് പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൻ്റെ ഇതാണെന്ന് പറഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്തു, എങ്ങനെയെങ്കിലും അവനെ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുവന്നു. പക്ഷേ എൻ്റെ പപ്പയ്ക്കത് കഴിഞ്ഞില്ല, കാരണം എൻ്റെ പപ്പയുടെ അവസ്ഥ അതായിരുന്നു. അതുകൊണ്ട് 50 ലക്ഷം രൂപ ഉള്ള കടം ആയിട്ട് ഞാൻ അവിടെ മേളിലോട്ട് നോക്കി നിന്നു. അന്ന് ഞാൻ ജോലിക്കൊക്കെ കടന്നു പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ കടം ചോദിക്കാത്ത ആരുമില്ലായിരുന്നു ആ ഓഫീസിൽ. എല്ലാവരുടെ അടുത്തും കടം ചോദിക്കും. അപ്പോൾ തന്നെ ഒരുവിധപ്പെട്ടവർക്കൊക്കെ മനസ്സിലാവും. കാരണം അത്രയും ചെറുപ്പമായ ഒരാൾ ജോലി ചെയ്യുന്ന സമയത്ത് കടം ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ എങ്ങനെയായിരിക്കും അത് തീർത്തതെന്നുള്ളവർക്ക് മനസ്സിലാവും. അന്നേരം ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ജോലിയിൽ നിന്ന് വളരെ പ്രഷറുണ്ടായിരുന്നു. ജോലി ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കംപ്ലൈൻറ്റ് വന്നു. ജോലി നഷ്ടപ്പെടുന്ന രീതിയായി, കാരണം ഈ മാനസികാവസ്ഥ കാരണം. അതുകൊണ്ട് ദൈവം അവിടെ തന്നെ എൻ്റെ റൂമിൽ ഒരു ദേവദാസനെ ഒരുക്കി. ആ ദേവദാസൻ തൊട്ടടുത്ത റൂമിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഇരുന്നത്. ആ ദേവദാസൻ എന്നോട് സുവിശേഷം പറയാൻ തുടങ്ങി. ആദ്യമൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല, കാരണം ദൈവം എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിലും തന്നെ ഞാൻ സേവിച്ച ദൈവങ്ങളുണ്ടല്ലോ, അത് തന്നെ മതി എന്നുള്ള രീതിയിൽ ആളുടെ അടുത്ത് ഞാൻ തർക്കിച്ചു. ആ ദേവദാസൻ എൻ്റെ അടുത്തൊരു വഴിയിൽ പോകുന്ന സമയത്തും ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് സുവിശേഷം പറയുമായിരുന്നു. അത് ഞാൻ ഗൗനിക്കാതെ മാറി മാറി നിൽക്കുമായിരുന്നു, ഞാൻ തർക്കിക്കുമായിരുന്നു. പിന്നെ പതുക്കിനെ പുള്ളി കാരണം പറയാതെ പിന്നെ സുവിശേഷം പറയാൻ ആൾ സ്റ്റോപ്പ് ചെയ്തു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ആ സുവിശേഷം എൻ്റെ ഹൃദയത്തിൽ എവിടെയോ തട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടെ ഞാൻ കടന്നു പോയപ്പോൾ ഒരു ദിവസം, അതാണ് ഈ വാക്യത്തിൻ്റെ പ്രത്യേകതയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്, ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ദർശനം ലഭിച്ചു. എനിക്ക് ദർശനം ലഭിച്ച ഇത്രയാണ്: ഒരു സ്വർണത്തിൻ്റെ ഒരു കോവേണി വളരെ മേളിലേക്ക് ദൂരത്തേക്ക്, അതിൽ വെള്ള പുതപ്പിട്ട 2-3 പേര് കയറി ഇറങ്ങിപ്പോകുന്നത് കണ്ടു. എനിക്കത് വളരെ തെളിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കാണുന്ന ഇന്നത്തെ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിനേക്കാളും ക്ലാരിറ്റി ഉള്ള ഒരു ദർശനമായിരുന്നു. അതിന് വാക്കുകളില്ല പറയാൻ, അത്ര ആ ദർശനത്തിൽ അതുപോലെ ക്ലാരിറ്റി ആയിരുന്നു. അപ്പോൾ ഞാനിത് കണ്ടതിന് ശേഷം ഞാൻ ആരെങ്കിലും അടുത്തൊന്നും ചോദിക്കണമല്ലോ, എന്താണെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് ആരെയും ചോദിക്കണമെന്നുണ്ട്, പക്ഷേ സഹോദരൻ്റെ അടുത്ത് ചോദിക്കണമെന്നുണ്ട്, നമ്മുടെ ദേവദാസിൻ്റെ അടുത്ത് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ മനസ്സനുവദിച്ചില്ല. കുറേ സമയം ചിലവഴിച്ച് ഞാൻ മനസ്സ് തുറന്ന് ഞാൻ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, ഞാനിങ്ങനെ ഒരു ദർശനം കണ്ടു. പുള്ളിക്കാരൻ എനിക്ക് ഈ വചനം എടുത്ത് കാണിച്ചു തന്നു. എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം അതുപോലെ കൃത്യമായി ദൈവത്തിൻ്റെ വചനത്തിൽ അത് എഴുതി വയ്ക്കണം. കാരണം ഒരു മനുഷ്യൻ കല്ല് തലേണയായിട്ട് വെക്കണമെങ്കിൽ ആരും വെക്കില്ല. നമ്മൾ തലേണ അറിയാമല്ലോ, ഇറ്റ്സ് വെരി സോഫ്റ്റ്. കല്ല് തലേണയായിട്ട് വെക്കണമെങ്കിൽ അവൻ്റെ അവസ്ഥ അത്രയ്ക്കും ദുഃഖത്തിലായിരിക്കും, അല്ലെങ്കിൽ അത്രയ്ക്കും വേദനയിലായിരിക്കും. അപ്പം അത് ദേവദാസൻ കൂടെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ആശ്വാസമായി. അപ്പോൾ അതൊരു വലിയൊരു ആശ്വാസം എൻ്റെ ഉള്ളിൽ, ദൈവത്തോടുള്ള സ്നേഹം എൻ്റെ ഉള്ളിൽ ഇടയാക്കി. ഞാൻ എനിക്ക് ഒരു ബൈബിൾ തന്നു. ആ ബൈബിൾ ഞാൻ വായിക്കാനിടയായി. കുറച്ച് എനിക്കിത് മനസ്സിലായില്ല ആദ്യം. പിന്നെ ദേവദാസൻ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു, ഇന്ന ഭാഗങ്ങൾ വായിക്കണം, ആദ്യം മുതൽ ഉൽപ്പത്തി, പിന്നെ ബാക്കിയുള്ള പുതിയ നിയമം എങ്ങനെ വായിക്കണം എന്നുള്ളതൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഞാനെല്ലാം പതുക്കെ വായിക്കാനിടയായി. ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ഒരു സ്ട്രോങ് ബേസ് ദേവദാസൻ കൂടെ എനിക്കുണ്ടാക്കി. അതിൻ്റെ ഇടയിൽ എനിക്ക് 2-3 പോലീസിൻ്റെ കേസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ലോണൊക്കെ എടുത്തതിൻ്റെ എനിക്ക് ഈ രാജ്യം വിട്ട് പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ദേവദാസൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ദൈവം ഇത്രയും ദൈവം ചെയ്തെങ്കിൽ ഇനിയും ദൈവം. ഞാൻ പറഞ്ഞു, എനിക്ക് ഇത് മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ജയിലിൽ പോയാലും ബൈബിൾ എടുത്ത് വായിച്ചിരിക്കാൻ ഞാൻ സന്തോഷം എന്ന് പറഞ്ഞു. ദൈവം അങ്ങനെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു.
വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബാങ്ക് അന്നത്തെ സമയത്ത് 2005, 2006 കാലഘട്ടം, എനിക്ക് 2008 കാലഘട്ടത്തിൽ ആയി. ആ സമയത്ത് ആ ബാങ്കുകളൊക്കെ അന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ മാന്ദ്യം ദുബായിലുണ്ടായിരുന്ന സമയമായിരുന്നു 2008. അന്നൊന്നും അവർ പൈസ അത്രയും ഷോർട്ടായിട്ട് വേണ്ട എന്ന് പറയില്ല, ഒരു ബാങ്കും പറയില്ല. ഇന്നിവിടെ ഏത് ബാങ്കും പറയില്ല പൈസ തിരിച്ച് വേണ്ടാന്ന്. എന്നാൽ ബാങ്കിലുള്ളവർ വിളിച്ച് പറഞ്ഞു, എനിക്ക് ഏകദേശം 20,000 റിയാൽ, അതായത് 4 ലക്ഷത്തോളം റിയാൽ അടയ്ക്കുന്ന സ്ഥലത്ത് വളരെ തുച്ഛമായ പൈസ അടച്ചിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് എനിക്ക് ഓഫർ തന്നു. ഞാനത് എൻ്റെ കയ്യിൽ അന്നും പൈസ ഇല്ല അടയ്ക്കാൻ. പക്ഷേ അന്ന് ഞങ്ങളുടെ അടുത്ത് 2-3 സഹോദരന്മാരുണ്ടായിരുന്നു. അവർ ഹെൽപ്പ് ചെയ്ത് വളരെ എനിക്കിവിടെ 10,000 രൂപയ്ക്ക് അത് കാർഡെല്ലാം ക്ലോസ് ചെയ്ത് ലോണെല്ലാം ക്ലോസ് ചെയ്യാനായിട്ട് ദൈവം ഇടയാക്കി. അതൊരു തുടക്കം. 50 ലക്ഷം രൂപയോളം ഉണ്ട്, വളരെ തുച്ഛമായതേ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ പതിയെ 2-3 വർഷം കൊണ്ട് അവിടെ നിന്നുകൊണ്ട് വളരെ ദൂരം, എനിക്ക് 10-15 കിലോമീറ്ററൊക്കെ വണ്ടിക്ക് കൊടുക്കാൻ പൈസ ഇല്ലാതെ നടന്നു പോയി. പക്ഷെ എന്നാലും എനിക്ക് സന്തോഷമുണ്ടായിരുന്നു, കാരണം ദൈവം എൻ്റെ കൂടെ ഉണ്ട്. സോ നമുക്ക് അത്രയേ ഉള്ളൂ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് മരുഭൂമിയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ജീവിക്കാൻ അത് മതി. അതുപോലെ ദൈവം എന്നെ ആ സമയത്ത് നടത്തി. അതെല്ലാം മാറ്റി ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് ഞാൻ ദൈവത്തെ വിശ്വസിച്ചു, പൂർണ്ണമായി വിശ്വസിച്ചു. ഇതെല്ലാം മാറിയതിന് ശേഷം സ്നാനപ്പെടുവാനൊക്കെ തീരുമാനമെടുത്തു. ആ സമയത്താണ് വളരെ തീർപ്പായിട്ട് അച്ഛൻ വന്നത്. അന്ന് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഖത്തറിൽ, ഞാൻ ദുബായിലായിരുന്നു, ഒന്ന് വീട്ടിൽ പുറത്താക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വിവാഹ സമയത്ത്, ഞാനതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. വിവാഹ സമയത്തും ഞങ്ങളെ വീട്ടിൽ കയറ്റിയില്ല. ഞങ്ങൾ എനിക്ക് എറണാകുളത്തൊരു മുമ്പ് വൈപ്പിന അവിടെ റൂമെടുത്ത് വിവാഹശേഷം അവിടെ പോയിട്ട് താമസിക്കുക ചെയ്തത്. അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ, ദൈവത്തിലുള്ള ആശ്വാസങ്ങളാണ് അതൊക്കെ. ഈ കഷ്ടതകളെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അതൊക്കെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന, ദൈവം നമ്മൾ കൂടെ ഇരിക്കുന്ന ഒരു ആശ്വാസമാണ്. അതനുഭവിക്കുന്ന സമയം വളരെ സന്തോഷമാണ്. സോ അതെല്ലാം അനുഭവിക്കാനായിട്ട് ദൈവം ഇടയാക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം പറയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാക്ഷ്യം മാത്രമല്ല, ഇതിന് ശേഷം ഒരുപാട് അത്ഭുത പ്രവൃത്തികൾ ദൈവം ഇടയാക്കിയിട്ടുണ്ട് ദൈവത്തിൽ. മക്കളുടെ കാര്യങ്ങൾക്കായാലും ഒക്കെ കാണാനിടയാക്കിയിട്ടുണ്ട്. ഒന്നും വിവരിക്കാനായിട്ടുള്ള സമയമില്ല. എങ്കിലും ദൈവം ഇത്രത്തോളം ആ സമയം എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു. ഞാൻ 2010 സ്നാനപ്പെടുവാനിടയായി. തുടർന്നും ഇത്രത്തോളം ദൈവം എന്നെ നിർത്തി. ദൈവം ദാനമായി 2 കുഞ്ഞുങ്ങളെ തന്നു. ഇത്രത്തോളം വർഷം അവിടെ, അത് കഴിഞ്ഞ് പിന്നെ ഖത്തറിലേക്ക്. ഈ ഒരു ജോലിക്കും എന്നെ ഇപ്പോൾ ദുബായിൽ നിന്ന് ഖത്തറിലേക്ക് ഞാൻ പോയ ശേഷം, ഖത്തറിൽ നിന്ന് വേറെ ജോലി മാറിയ ശേഷം ആരും എനിക്കൊരു ശുപാർശയായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല, ദൈവമല്ലാതെ. ദൈവമാണ് എൻ്റെ അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ടാണ് പോകേണ്ടത്. അതിപ്പോഴും എൻ്റെ ജോലി ഖത്തറിൽ വെച്ച് നഷ്ടപ്പെട്ടു. ഇനി മുൻപോട്ടുള്ള പടി എങ്ങനെയാണെന്നുള്ളത് ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അതിൽ ഭാരപ്പെടുന്നില്ല. എങ്കിലും ദൈവമക്കൾ പ്രാർത്ഥിക്കുക, കൂട്ടത്തോടെ എല്ലാവരെയും ഈ ഒരു സന്ദേശം ദൈവമക്കളുടെ, അല്ലെങ്കിൽ ഒരു സാക്ഷി വേറെ സാക്ഷി ഉളവാക്കുന്നു എന്ന് പറയുന്നത് പോലെ ആർക്കെങ്കിലും ഇത് ഫലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവനാമത്തിൽ അതിനെ സ്തുതിക്കുന്നു. ഇനിയും ഈ സഭയിലേക്ക് ആക്ച്വലി കടന്നു വരണമെന്ന് ഞാൻ ഒരുപാട്, ഈ സഭയിലല്ല, ബിജോഷ് ഫാസ്റ്റ് അടുത്ത് എനിക്ക് വളരെ ഷോർട്ടായിട്ടുള്ള ലീവ് കിട്ടുള്ളൂ. 5 ദിവസം 6 ദിവസമൊക്കെ കിട്ടുള്ളൂ. ഈ ഒരു സമയം ഇപ്പോൾ ജോലി ഇല്ലാത്തതുകൊണ്ട് എത്ര നാൾ വേണമെങ്കിൽ നിൽക്കാമല്ലോ. അങ്ങനെ ഇവിടെ കടന്നു വന്നു. ഇനി പല സഭകളിലും പരിചയമുള്ള സഭകൾ കടന്നു പോകാനുണ്ട്. അവിടെയൊക്കെ ഒന്ന് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവമക്കളൊക്കെ കണ്ട് ഈ സാക്ഷ്യം പറയാനൊക്കെ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ബലപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ദൈവനാമത്തിലോർത്ത് ഞാൻ ഇരിക്കുന്നു. സ്തോത്രം.